കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നവമി സ്പെഷ്യലായിട്ട് ഒരു ധാവണി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, സാരി 5.5 മീറ്ററാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സ്കേർട്ട് ചെയ്യാനും ഒപ്പം നമുക്ക് ധാവണിക്ക് വേണ്ടിയിട്ടും കൂടി സാരി കിട്ടില്ല. അത് ഒരേ കളറാണെങ്കിൽ കിട്ടും. ഇതേപോലെ 2 ഷെയ്ഡുള്ള സാരി ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധാവണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാമൻ ഡോക്ടറും ഒരേപോലെയുള്ള കോംബോ ആയിട്ടാണ് ചെയ്യുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കുഞ്ഞിന് പാവാടയും ബ്ലൗസും അമ്മയ്ക്ക് ധാവണി എന്നുള്ളൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാരീൻ്റെ ഒപ്പം വരുന്ന ബ്ലൗസ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുന്നു. അതിൽ വരുന്ന പല്ലു പോഷൻ വന്നിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ബ്ലൗസ് ചെയ്യുന്നു. അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. 36 സൈസിലുള്ള ഒരാൾക്ക് പറ്റിയിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ആദ്യം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുക, പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എപ്പോഴും ബാക്കിലെ പീസ് കട്ട് ചെയ്യും. അതിനുശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് ഇതേപോലെ 2ആക്കി മടക്കിയിട്ടു. ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു, അപ്പോഴേക്ക് ആ ഒരു വീഡിയോ ഞാൻ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ക്ലോത്ത് 2ആക്കി മടക്കിയിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്? എനിക്കിവിടെ 14 ഇഞ്ചാണ് ബ്ലൗസിന് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ട് 15 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതേ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ ഞാൻ ആ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ചാണ് ആം ഹോൾ. അതിനോടൊപ്പം 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ 7.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ ആം ഹോളിന് വേണ്ടിയിട്ട് നേരെ ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നേരെ ഒരു എൽ ഷേപ്പായിട്ട് നമ്മളൊരു ലൈനും കൂടി വരയ്ക്കുന്നുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 36 സൈസുള്ള ഒരാളുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ 36 ആണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അതേ ഡിവൈഡഡ് ബൈ നമ്മൾ 4 ചെയ്യുക. എന്തുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തുണി 4 ആക്കിയിട്ടാണ് മടക്കുന്നത്. ഫ്രണ്ടിലേക്ക് 2 ആക്കിയിട്ടും അതുപോലെ തന്നെ ബാക്കിലേക്ക് 2 ആക്കിയിട്ടുമാണ് നമ്മൾ മടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് എന്ന് വെച്ചാൽ ആ അളവാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 9 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു. അതിനോടൊപ്പം 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെയുള്ള അളവ് മാർക്ക് ചെയ്യാം. അത് 8 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബാക്കിലെ പീസിൽ ഡാർട്ടൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് അതിന് വേണ്ടിയിട്ട് കാണണം. ഇവിടെ നമ്മൾ ബാക്കിൽ ഡാർട്ടൊന്നും കൊടുക്കുന്നില്ല. കാരണം ബാക്കിൽ നമ്മൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡാർട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് നിങ്ങൾ വേറെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ ബാക്കിലെ പീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലെ ആം ഹോൾ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. നമ്മളിപ്പോൾ എൽ ഷേപ്പിൽ വരച്ച് വെച്ചിട്ടുള്ള ആം ഹോളിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ടേപ്പ് വെച്ചിട്ട് ആംഗിളായിട്ട് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലെങ്ത്ത്, ബാക്കി 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ചിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 3.5 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ അത് എല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ടേപ്പ് ഇതേപോലെ മടക്കി കൊടുത്താൽ മതി. മടക്കി കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3 പോയിൻ്റ് ഓൾറെഡി കിട്ടി. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻ്റ്, പിന്നെ നമ്മൾ ആംഗിളായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ്, പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിൻ്റ്. ഈ 3 പോയിൻറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചേർത്തിട്ട് ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതല്ല ഫ്രഞ്ച് കർവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആം ഹോൾ വരയ്ക്കണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. ഇനി നമുക്ക് ഇതേ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്യാം. നെക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. കാരണം ബാക്കിലേക്കുള്ള നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത്. കുറച്ച് വൈഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്യാം. കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത അളവിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതേപോലെ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ബാക്കിലല്ല നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്, ഫ്രണ്ടിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള 2 ഭാഗത്താണ് അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ബാക്കിൽ അടയാളപ്പെടുത്തിയത് എങ്ങനെയാണ്, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്താണ്. ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് അടയാളപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ചിനേക്കാളും 1 പോയിൻ്റ് കൂടുതലായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ആദ്യം നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. കാരണം ക്ലോത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉള്ളതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 ഇഞ്ചിൽ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. 4 ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതൽ, എന്നാൽ 1/2 ഇഞ്ച് വേണ്ട. നമുക്ക് തയ്ക്കാൻ എത്രയാണോ തുണി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും. നിങ്ങൾക്ക് ഇപ്പോൾ 1/2 ഇഞ്ചിലാണ് തയ്ച്ച് ശീലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ.
അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1/4 ഇഞ്ചിനേക്കാളും ഒരു പോയിൻറ്റ് കൂടുതൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹൂക്കും ഐയും കൊടുക്കുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ നമ്മൾ എടുത്ത സമയത്ത് 14 ഇഞ്ചായിരുന്നു ലെങ്ത്ത്. അതിനോടൊപ്പം 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സീം അലവൻസും കൂടി കൂട്ടിയിട്ട്. ബാക്കിലെടുത്ത ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ ഫ്രണ്ടിൽ എടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ എന്തിനാ ബ്ലൗസ് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ലെങ്ത്ത് അല്ലേ വേണ്ടതെന്ന്. നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫ്രണ്ടിലെ പീസിന് ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും അധികം എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതേ സെയിം ലെവലിലേക്ക് അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെറുതായി പോകും. അതുകൊണ്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ 15 ഇഞ്ചാണ് സീം അലവൻസ് അടക്കം നമ്മൾ എടുത്തത്. അതിനോടൊപ്പം 1 ഇഞ്ച് എടുക്കുക. ഈ 15 ഇഞ്ച് എന്നുള്ളത് എൻ്റെ അളവാണ്. നിങ്ങളുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് എടുക്കേണ്ടത്. 1 ഇഞ്ച് എന്നുള്ളത് എല്ലാവർക്കും 1 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ 16 ഇഞ്ചിൽ ഇതേപോലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 15 ഇഞ്ചിലൊരു ലൈനും വരച്ചിട്ടുണ്ട്. എക്സ്ട്രാ 1 ഇഞ്ചിൽ നമ്മൾ ഇതേപോലൊരു ലൈനും വരച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കിലെ പീസ് എടുക്കുക. ബാക്കിലെ പീസ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച ആ ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പീസ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ 1/4 ഇഞ്ചിലൊരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. ആ 1/4 ഇഞ്ച് വിട്ടിട്ടുമാണ് നമ്മൾ ഈ ഒരു ബാക്കിലെ പീസ് വെക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് എക്സ്ട്രാ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതേപോലെ തന്നെ വെക്കുക കേട്ടോ. അങ്ങോട്ട് അതായത് ആ 1/4 ഇഞ്ചിലേക്ക് നീക്കി വെക്കരുത്. 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ താഴെ 1 ഇഞ്ച് വിട്ടിട്ടുമാണ് നമ്മൾ ഇതേപോലെ വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കറക്റ്റ് നമ്മുടെ ഷോൾഡർ, നമ്മുടെ ആം ഹോൾ എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആം ഹോൾ, അതുപോലെ തന്നെ സൈഡിലുള്ള അളവുകൾ ഇതൊക്കെ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവൊക്കെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അളന്ന് നോക്കുന്നതും നല്ലതാണ്. ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ അളവൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്ന് അളന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ പീസ് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ആ സൈഡിലുള്ള ലൈൻ ഇതേപോലെ ഒന്ന് വരയ്ക്കാം. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ഇനിയാണ് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ഭാഗത്ത്, അതായത് മുകളിലെ ഭാഗത്ത് ആം ഹോൾ കഴിഞ്ഞിട്ട് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുക്കണം. കാരണം നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു എന്താ പറയുക സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിങ് വരും. അപ്പോൾ ആ കട്ടിങ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യുക. താഴെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ 1 ഇഞ്ചല്ല മാർക്ക് ചെയ്യേണ്ടത്, അവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് 2.5 ഇഞ്ച് വന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് പ്രിൻസസ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ സെൻറ്ററിൽ ഞാൻ 2.5 കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 2 ഇഞ്ചാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 3 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ 36 സൈസുള്ള ആൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുക. മുകളിൽ നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തു, താഴെ നമ്മൾ 2.5 ഇഞ്ച് ആഡ് ചെയ്തു. ഈ 2 പോയിൻറ്റും കൂടി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിൻറ്റ് നേരെ താഴോട്ടേക്ക് 16 ഇഞ്ചിലേക്കും കൂടി ഒന്ന് ഇറക്കി വരയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ച് എവിടുന്നാണ് കിട്ടിയെന്ന് പറഞ്ഞുതരാം. നമ്മുടെ 2 ബ്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതിപ്പോൾ എൻ്റെ കേസിൽ വരുന്ന സമയത്ത് 7 ഇഞ്ചാണ്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3.5 ഇഞ്ചാണ് കിട്ടുക. ഈ 3.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി തയ്ച്ച് വരുമ്പോൾ ചെറുതായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 4 ഇഞ്ച് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ പകുതി എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരെ മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നമ്മളൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അധികം എല്ലാവർക്കും 9.5 ഇഞ്ചായിരിക്കും വരിക. അതിനോടൊപ്പം 1/2 ഇഞ്ച് ഇതേപോലെ നമ്മൾ സീം അലവൻസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് കേട്ടോ നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇതേ 4 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക, താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതായത് നമുക്ക് ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള പോയിൻറ്റും അതുപോലെ തന്നെ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും ആ ഭാഗം മാത്രം നമുക്ക് മതി. മുകളിലേക്കുള്ള പോയിൻ്റൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഈ ഒരു പോയിൻ്റ് മാത്രമാണ് നമുക്ക് ആവശ്യം.
അപ്പോൾ ഇത്രയും ഭാഗമാണ് ആവശ്യം. മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. സൈഡിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ ജസ്റ്റ് ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് നമുക്ക് ആവശ്യമില്ല. ഇനി നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള ഈ ആം ഹോൾ ഞാൻ ഇതേപോലെ ഒന്ന് എൽ ഷേപ്പിൽ ഒന്നും കൂടി ഒന്ന് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ചിൽ നമ്മൾ ഉള്ളിലേക്ക് ഫ്രണ്ടിൽ ആം ഹോൾ ഒന്നും കൂടി കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നത് ബാക്കിൽ ആം ഹോളാണ്. അപ്പോൾ നമുക്കത് ഫ്രണ്ടിൽ ആം ഹോൾ ആക്കണം. അപ്പോൾ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഒന്ന് കുഴിച്ചിട്ട് ഡീപ്പായിട്ട് നമ്മൾ വരച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ ആവും. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ടുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇത് കണ്ടോ, ഈ 3 പോയിന്റുകളും ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കരുത്. സ്കെയിൽ വെച്ച് വരയ്ക്കാതെ കൈ വെച്ചിട്ട് റാൻഡമായിട്ട് ഒരു ചെറുതായിട്ടൊരു വളവ്, ഒരു കർവ് വരുന്ന രീതിയിൽ വരയ്ക്കാം. അതായത് സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്, ചെറുതായിട്ടൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു കർവ് പോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു കർവ് പോലെയാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്ത് വരച്ചു വെച്ചിട്ടുള്ള ആ ലൈനിൻ്റെ 2 സൈഡിലേക്കായിട്ട് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്കൊരു ഇതേപോലെ നമ്മൾ യോജിപ്പിച്ചിട്ടൊന്ന് വരയ്ക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആം ഹോളിൻ്റെ ഭാഗത്ത് ചുളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്ക്, അതായത് സെൻറ്റർ പോയിന്റ് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ചതാണ് സെൻറ്റർ പോയിന്റ്, അതിൻ്റെ 2 സൈഡിലേക്കും 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഇതേ ഈ ഒരു പോയിന്റിലേക്ക് ഒന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കാം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ താഴേക്ക് വരാം. താഴെ വശത്ത് നമ്മൾ 1.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ ഞാനിത് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ വേസ്റ്റിൻ്റെ ഭാഗത്ത് സീം അലവൻസ് ആയിട്ട് കൊടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ 2.5 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കറക്റ്റ് താഴെ ആ 16 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ആ ലൈന് കട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിപ്പോൾ എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തിട്ടുള്ള ലൈനാണ് സൈഡ് കട്ട് ചെയ്യേണ്ടത്. അത് അതേപോലെ നമ്മൾ സൈഡ് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ആം ഹോൾ അല്ല, ഫ്രണ്ടിൽ ആം ഹോളാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എടുക്കാം. ബ്ലൗസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് വരാം. നമ്മൾ ഈ പ്രിൻസസ് കട്ടായിട്ട് ചെയ്യുന്ന ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സെൻറ്റർ പോയിന്റിലല്ല കട്ട് ചെയ്യേണ്ടത്. നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലായിട്ട് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തൊരു ക്ലോത്ത് ഉണ്ടാവും. ആ ക്ലോത്ത് നമുക്ക് വേണ്ട, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത്, അത് ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ബാക്കിലെ പീസ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യണം. അത് വെച്ചിട്ട് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യണം എന്ന് പറയണേ കേട്ടോ. അപ്പോൾ സെയിം ഇതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ക്ലോത്തും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. നമുക്ക് സ്ലീവിനും കൂടി ക്ലോത്ത് വേണം. അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നല്ല ക്ലോത്തും ഇതേ സെയിം അളവിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടി ഞാൻ ഇതേപോലെ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. താഴെ എന്നിട്ട് സാരീൻ്റെ ബോർഡർ, അതായത് ബ്ലൗസിൽ വരുന്ന ആ ബോർഡർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു പഫ് സ്ലീവാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അത്രയും ഭാഗത്താണ് പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ പഫ് ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഫ് പൊങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക്, അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുഞ്ഞ് സ്ലീവാണ്. അതുകൊണ്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്ന പോലെ തന്നെ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്, സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്, സൈഡ് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, അവിടെ എൽ ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്, ബാക്കി ഭാഗം കുഴിച്ച് വരച്ചിട്ട്. അപ്പോൾ അതൊരു അഭംഗിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ മുകളിലെ പീസും താഴെ ഇരിക്കുന്ന പീസും ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ മുകളിലെ പീസും കൂടി ഇതിലേക്ക് യോജിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് കുഴിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യുക.
കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ മുകളിലും അതുപോലെ തന്നെ താഴത്തും ചെറിയ നോച്ച് കൊടുക്കുക. കാരണം നമുക്ക് എവിടെയാണ് പ്ലീറ്റ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നോച്ചും കൂടി കൊടുത്തു വയ്ക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ നെക്കാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു 1/4 ഇഞ്ചിൽ ലൈൻ വരച്ചിട്ടുള്ള ആ ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ ബ്ലൗസ് ആയതുകൊണ്ട് ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബ്ലൗസിന് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ നെക്കാണ്. അപ്പോൾ ഫ്രണ്ടിലെ നെക്കിന് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ഇറക്കം മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊരു ബോക്സ് ആയിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക്, നിങ്ങൾക്ക് ഏത് നെക്കാണോ ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ നെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള റൗണ്ട് നെക്കാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഞാൻ ചെയ്യുന്നത് പോലെ കുറച്ച് വൈഡായിട്ട് ഹാൾട്ടർ നെക്കൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു നെക്കാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വൈഡായിട്ട് ആൾട്ടർ നെക്ക് വരയ്ക്കുന്ന രീതിയിലുള്ളൊരു നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിവർത്തുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ നെക്ക് ഒരുപാട് ഇങ്ങനെ വിടർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, നെക്ക് വിഡ്ത്ത് കൂടുതൽ കൊടുക്കാത്തത് കേട്ടോ. കാരണം നെക്ക് വിഡ്ത്ത് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 സൈഡിലേക്കും ബ്ലൗസ് ഇങ്ങനെ ഇറങ്ങി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നെക്ക് വിഡ്ത്ത് കുറച്ചിട്ട് സെൻറ്ററിലെ പോർഷൻ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വൈഡാക്കി കൊടുത്തത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി ബാക്കിലെ നെക്ക് ചെയ്യാം. ബാക്കിലെ നെക്കിന് വേണ്ടി ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ ഇതേപോലെ 2 ആക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് ഞാൻ എടുക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുത്തത്. ആ 9 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ നമ്മൾ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മൾ 9 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലും ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു. ഈ 3 ഇഞ്ച് വിഡ്ത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്കാണ് ഞാൻ വൈഡ് ആക്കിയിട്ട് നെക്ക് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മുകളിലെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച് തന്നെയാണ്. സെൻറ്ററിൽ എത്തുന്ന സമയത്ത് കുറച്ച് വൈഡ് ആക്കിയിട്ട് ഈ 9 ഇഞ്ചിലേക്ക് യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു ആലിലൻ്റെ ഷേപ്പുള്ളൊരു നെക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഏത് ക്ലോത്തിലാണ് അത് അയൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്ത് കൂടി എടുക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് പീസ് വേണം. അതായത് നമുക്ക് താഴെ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഇഞ്ച് വിഡ്ത്തുള്ള സ്ട്രെയിറ്റ് പീസ് വേണം. അതുപോലെ തന്നെ ഹൂക്കും മയ്യും കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസും വേണം. അതുപോലെ തന്നെ 3 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസും വേണം. അപ്പോൾ ഇത്രയും പീസൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. കാരണം പെട്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.